ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിലെ പ്രതി മാനസിക രോഗിയല്ലെന്ന് ദൃക്സാക്ഷികൾ. പ്രതി ഇരകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചതായി കേസിലെ ഒന്നാം സാക്ഷി വ്യക്തമാക്കി. ഈ കേസിൽ 2 സാക്ഷികളുടെ ക്രോസ് വിസ്താരം കോടതിയിൽ പൂർത്തിയായി. കേസിലെ ഒന്നാം സാക്ഷി ഡോക്ടർ ഷിബിൻ, പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബേബി മോഹൻ എന്നിവരുടെ ക്രോസ് വിസ്താരം പൂർത്തിയായി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദ് മുമ്പാകെയാണ് സാക്ഷികൾ മൊഴി നൽകിയത്. പ്രതിക്ക് യാതൊരുവിധ മാനസിക രോഗത്തിന്റെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് സാക്ഷിമൊഴി. പ്രതി ശാരീരികപരമായി തനിക്ക് കീഴടക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള ഇരകളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. ആയോധന മുറകളിൽ പ്രാവീണ്യം നേടിയ വ്യക്തിയെപ്പോലെയാണ് സന്ദീപ് ആക്രമണം നടത്തിയതെന്നും ഡോക്ടർ ഷിബിൻ വ്യക്തമാക്കി. സന്ദീപിന് മാനസിക രോഗമുണ്ടെന്നുള്ള പ്രതിഭാഗം അവകാശവാദവും സാക്ഷി കോടതിയിൽ നിരാകരിച്ചു. പ്രതിയെ കൊടവട്ടൂരിൽ നിന്നും രാത്രിയിൽ കൂട്ടിക്കൊണ്ടുവന്നത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ ബേബി മോഹനാണ്. പ്രതി യാതൊരുവിധ മാനസിക അസുഖവും ഈ സമയങ്ങളിൽ പ്രകടിപ്പിച്ചിരുന്നില്ല എന്ന് അദ്ദേഹവും മൊഴി നൽകി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരിക്കെ 2023 മെയ് 10-നാണ് ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത്. കേസിലെ തുടർ സാക്ഷി വിസ്താരം ജൂലൈ 10-ന് നടക്കും. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ ഹാജരായി. ജനം, കൊല്ലം.